ഹായ് ഓൾ, എല്ലാവർക്കും CCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സെറ്റ് ബോട്ടണി എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. ഇത് നമ്മുടെ ജീനുകൾ എന്ന് പറയുന്നത്, അതും ജനറ്റിക് ലെവലിലുള്ള മോഡിഫിക്കേഷൻസ്, പ്രോസസ്സുകൾ, ഇതെല്ലാം എന്താണ് ഏതൊരു സെറ്റ് എക്സാമിന്, എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെറ്റ് ബോട്ടണി ആയിക്കോട്ടെ, സെറ്റ് സുവോളജി ആയിക്കോട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഇത് മോളിക്കുലാർ ബയോ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അതിൻ്റെ അകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ ക്ലാസ് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ വരുന്ന ഫെബ്രുവരിയിലെ സെറ്റ് എക്സാമിന്. ശരി, അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതാണ്, സ്പ്ലിറ്റ് ജീൻ എന്ന് പറയുന്ന ടോപ്പിക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്യാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്താണ് സ്പ്ലിറ്റ് ജീൻ എന്ന് വെച്ചാൽ നോക്കിക്കേ. സ്പ്ലിറ്റ് ജീൻ എന്ന് വെച്ചാൽ ഓർ ഇന്ററപ്റ്റഡ് ജീൻസ് ആർ യൂകാരിയോട്ടിക് ജീൻസ് വെയർ കോഡിംഗ് പാർട്സ് ആർ സെപ്പറേറ്റഡ് ബൈ നോൺ കോഡിംഗ് സീക്വൻസസ്. അപ്പോൾ ഒരു സ്പ്ലിറ്റ് ജീൻ എന്ന് വെച്ചാൽ എന്താണ്? യൂകാരിയോട്ടിക് ജീൻസിനെയാണ് പൊതുവെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പ്ലിറ്റ് ജീനുകൾ എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്? ഇതിൽ നോൺ കോഡിംഗ്, കണ്ടോ, നോൺ കോഡിംഗ് സീക്വൻസുകളുമുണ്ട്, അതേപോലെ തന്നെ എന്തും കാണാം, കോഡിംഗ് സീക്വൻസുകളും കാണാം. ഇങ്ങനെ രണ്ട് ടൈപ്പ് സീക്വൻസുകൾ ഇന്റർവൈൻ ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പ്ലിറ്റ് ജീൻ അല്ലെങ്കിൽ എന്താണ്, ഇന്ററപ്റ്റഡ് ജീൻസ് എന്നും വിളിക്കും. സ്പ്ലിറ്റ് ജീൻ അല്ലെങ്കിൽ ഇന്ററപ്റ്റഡ് ജീൻസ് എന്ന് വിളിക്കും. ഇത്തരത്തില് കോഡിംഗ് ആയിട്ടുള്ള റീജിയൻസിനെയാണ് നമ്മൾ എക്സോണുകൾ എന്ന് വിളിക്കും. ആൻഡ് നോൺ കോഡിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻട്രോൺസ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ആൻഡ് ഈ പറയുന്ന ഇൻട്രോൺസും എക്സോൺസും കൂടി ചേർന്ന ഭാഗമാണ് എന്തായി മാറുന്നത്? ഒരു പ്രീ mRNA ആയിട്ട് മാറുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി DNA-യിൽ നിന്നും എന്താണ് ഉണ്ടാവുന്നത്? mRNA ആണ് ഉണ്ടാവുന്നത്. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ DNA-യിലുള്ള എന്താണ്, ബോത്ത് ഇൻട്രോൺസ് ആൻഡ് എക്സോൺസ് രണ്ട് ഭാഗങ്ങളും എന്താണ്, ഒരു പ്രീ mRNA ആയിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഹെട്രോജീനിയസ് RNA എന്ന് വിളിക്കാം. ഹെട്രോജീനിയസ് RNA, HNRNA എന്ന് വിളിക്കാം. കാരണം എന്താണ്? ഹെട്രോജീനിയസ് ആണ്, മൾട്ടിപ്പിൾ സീക്വൻസുകൾ ഉണ്ട്, അല്ലെ? എന്താണ്, എക്സോണുകളും ഉണ്ട്, ഇൻട്രോണുകളും ഉണ്ട്. ഇതിനെ പിന്നീട് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഒരു മെച്യൂർ ആയിട്ടുള്ള മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്, അല്ലെ? എസ്പെഷ്യലി ഇത് ട്രാൻസ്ക്രിപ്ഷന് ശേഷം നടക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കോഡിംഗ് ഇല്ലാത്ത, അതായത് ഈ ഇൻട്രോണുകളെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പ്ലൈസിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ മറ്റ് രണ്ട് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് കൂടി വരുന്നുണ്ട്. അതിലൊന്നാണ് ക്യാപ്പിംഗ്, മറ്റൊന്നാണ് ടെയിലിംഗ് എന്ന് പറയുന്നത്. ക്യാപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ? ക്യാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ mRNA-യുടെ 5' എൻഡിലേക്ക് ഒരു ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ടെയിലിംഗ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ mRNA-യുടെ 3' എൻഡിലേക്ക് പോളി എ ടെയിൽ അഡിനിൻ, ഒരു സീരീസ് ഓഫ് അഡിനിൻ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെയിലിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ടെയിലിംഗ് നടക്കുന്നത് 3' എൻഡിലും നമ്മുടെ ക്യാപ്പിംഗ് നടക്കുന്നത് 5' എൻഡിലുമാണ്. അപ്പൊ ഈ 3 ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻസ് ആണ് പ്രധാനമായും നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ സ്പ്ലിറ്റ് ജീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫിലിപ്പ് ഷാർപ്പും റിച്ചാർഡ് റോബർട്ട്സ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ്. ആൻഡ് ഈ രണ്ട് സയന്റിസ്റ്റുകൾ ഇത്തരത്തിലൊരു സ്പ്ലിറ്റ് ജീനിനെ ആദ്യമായി ഒബ്സർവ് ചെയ്തത് അഡിനോ വൈറസിന്റെ ജീനുകളിലാണ്. ആൻഡ് ഇതേ എന്താണ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിരുന്നു വർഷം 1993. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 5' ക്യാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതൊരു പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആണ് പ്രധാനമായും. അപ്പോൾ ഇത് ആരിലാണ് കാണുന്നത്? ഇത് നമ്മുടെ യൂകാരിയോട്സിലാണ് പ്രധാനമായും കാണുന്നത്. അപ്പോൾ നോക്കാം, എന്താണ് 5' ക്യാപ്പിംഗ് എന്ന് വെച്ചാൽ? ദ 5' എൻഡ് ഓഫ് ന്യൂലി മെയ്ഡ് RNA ട്രാൻസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് വിത്ത് ട്രൈഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ mRNA, ഈ mRNA-യുടെ 5' എൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു 5' എൻഡും ഉണ്ടാവും, ഒരു 3' എൻഡും ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഈ 5' എൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രൈഫോസ്ഫേറ്റിലാണ്. 3 ഫോസ്ഫേറ്റുകളുള്ള ഒരു ന്യൂക്ലിയോടൈഡ് ആണ് ആദ്യം നമുക്ക് കാണാനായി സാധിക്കുക. ഒരു ട്രൈഫോസ്ഫേറ്റ് ആണ്. അത് ATP ആവാം, GTP ആവാം, CTP ആവാം,
യും ആവാം. ഓക്കെ. അപ്പൊ ഇവിടെ mRNA കേസ് ആകുമ്പോൾ അതെന്താ TTP വരുമോ? ഇല്ല, അവിടെ യുറാസിലായിരിക്കും, UTP ആ വരിക അല്ലെ. mRNA കേസിൽ യുറാസിലാണ്. തൈമിൻ അല്ലെങ്കിൽ T എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡ് എവിടെയാ? DNA കാണാം. ശരി, അപ്പൊ അതൊരു ട്രൈഫോസ്ഫേറ്റ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. എവിടെ? 5' എൻഡില്. ശരി, ഇനി ദ 5' ക്യാപ് is guanosine with a methyl group on the 7th position. This modified nucleoside is often abbreviated as M7G or 7-methylated guanine. അപ്പോൾ എന്താ പറയുന്നേ? നോക്കിക്കേ, നമ്മുടെ 5' ക്യാപ്പ് 5' എൻഡിലേക്ക് ഒരു യൂണിറ്റിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനാണ് ക്യാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആഡ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഗ്വാനോസിൻ വിത്ത് എ മീഥൈൽ ഗ്രൂപ്പ് ഓൺ ദി 7th പൊസിഷൻ. നോക്കിക്കേ, ഗ്വാനോസിൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോസൈഡ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ 7th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കും. മനസ്സിലായോ? 7th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഗ്വാനോസിനെയാണ് നമ്മൾ 5' ലേക്ക് ഒരു ക്യാപ്പ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് വിളിക്കുന്നതാണ് M7G എന്ന് വിളിക്കും. എന്ത് വിളിക്കും? M7G എന്ന് വിളിക്കും. അപ്പോൾ ഇനി എന്താണ്, ഈ ഒരു ക്യാപ്പിനെ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയാ ദ ട്രൈഫോസ്ഫേറ്റ് ലിങ്കേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ ന്യൂക്ലിയോടൈഡ് mRNAയുടെ ആദ്യത്തെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഒരു ട്രൈഫോസ്ഫേറ്റ് ആയിരിക്കും. അതിൽ നിന്നും ഒരു ഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്ത് മാറ്റി ഈ ഗ്വാനോസിന്റെ ഫോസ്ഫേറ്റുമായി ലിങ്ക് ചെയ്യുകയാണ്. അപ്പോഴും എന്താ, ഒരു ട്രൈഫോസ്ഫേറ്റ് ലിങ്കേജ് തന്നെയാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ക്യാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാലോ. അപ്പോൾ ഏത് സിഗ്നലാണ് ഈ പറയുന്ന ക്യാപ്പിനെ ആഡ് ചെയ്യണം എന്നൊരു സിഗ്നൽ കൊടുക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കണം. RNA polymerase 2 has a unique tail called C-terminal domain consisting of many repeats of 7 amino acid sequences. അപ്പോൾ നമ്മുടെ RNA polymerase 2 ആണ് യൂക്കാരിയോട്സിന്റെ കേസിൽ പ്രധാനപ്പെട്ട RNA polymerase എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആള്. അപ്പൊ ഈ RNA polymerase 2-ന് ഒരു C-terminal domain ഉണ്ട്, CTD എന്ന് വിളിക്കും. C-terminal domain ഉണ്ട്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, 7 അമിനോ ആസിഡ്സിന്റെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഈ C-terminal domain എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന 7 അമിനോ ആസിഡുകളിലെ സെറീൻ റെസിഡ്യൂസിലെല്ലാം എന്താണ്, സെറീൻ റെസിഡ്യൂസിലെല്ലാം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ആര്? നമ്മുടെ ഒരു എൻസൈം TF2H, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് പല ടൈപ്പ് ഉണ്ട്, TF2D, TF2E, TF2H എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലെ TF2H എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഈ C-terminal ഡൊമെയിനിലെ സെറീൻ റെസിഡ്യൂസിലെല്ലാം എന്താണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ ഉള്ള ഈ C-terminal ഡൊമെയിൻ ആണ് ഈ ക്യാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസിനെ അവിടേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന RNA polymerase 2-ന്റെ CTD-യിലെ ഫോസ്ഫേറ്റ് റെസിഡ്യൂസ് എക്സ്പോസ്ഡ് ആവണം. അതാണ് ശരിക്കും നമ്മുടെ ക്യാപ്പിംഗ് എൻസൈംസിനെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ എവിടെ നിന്നാണ് സിഗ്നലുകൾ വരുന്നത്? ക്യാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എൻസൈമുകൾ mRNAയിലേക്ക് വരണം എന്ന് സിഗ്നൽ കൊടുക്കുന്നത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RNA polymerase 2-ന്റെ C-terminal ഡൊമെയിനിലുള്ള സെറീനിലെ ഫോസ്ഫേറ്റുകളാണ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി എന്താ നടക്കുന്നത് നോക്കിക്കേ. അടുത്തത് ആരാണ് പ്രധാനമായി ഇവിടെ ആദ്യം ആക്ട് ചെയ്യുന്ന എൻസൈം? നമ്മുടെ ക്യാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ആദ്യം ആക്ട് ചെയ്യുന്ന എൻസൈമാണ് RNA ട്രൈഫോസ്ഫേറ്റേസ് എന്ന് പറയുന്നത്. എന്താണ് RNA ട്രൈഫോസ്ഫേറ്റേസ്? അതെന്താ ചെയ്യുന്നത്? നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, mRNAയുടെ 5' എൻഡിലെ ന്യൂക്ലിയോടൈഡിൽ 3 ഫോസ്ഫേറ്റുകൾ അറ്റാച്ച്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. 3 ഫോസ്ഫേറ്റുകൾ അറ്റാച്ച്ഡ് ആയിരിക്കും. ഇത് ആൽഫ ഫോസ്ഫേറ്റ്, ഇത് ബീറ്റ ഫോസ്ഫേറ്റ്, ഇത് ഗാമ ഫോസ്ഫേറ്റ്. അതിലെ ഒരു ഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്ത് മാറ്റണം. അങ്ങനെ ക്ലീവ് ചെയ്ത് മാറ്റുന്ന ആളാണ് RNA ട്രൈഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പൊ ഈ എൻസൈം എന്താ ചെയ്യുന്നത്? ഈ അറ്റത്തുള്ള ഗാമ ഫോസ്ഫേറ്റിനെ
ക്ലീവ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ആര്? RNA ട്രൈഫോസ്ഫേറ്റേസ്. ഇറ്റ് ക്ലീവ്സ് ദ ടെർമിനൽ ഗാമ ഫോസ്ഫേറ്റ്. ടെർമിനൽ ഗാമ ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ 2 ഫോസ്ഫേറ്റ് മാത്രമേ ഉള്ളൂ അല്ലെ. ഇപ്പൊ അതെന്താണ്? 5' ഡൈഫോസ്ഫേറ്റ് ആയി. ഇത് 5' എൻഡില് വെറും 2 ഫോസ്ഫേറ്റ് മാത്രമേ ഉള്ളൂ. ഡൈഫോസ്ഫേറ്റ് ആയി മാറി. ഇനി അടുത്തത് ആക്ട് ചെയ്യുന്ന എൻസൈം ആണ് ഗ്വാനിലൈൽ ട്രാൻസ്ഫറേസ്. ഇനി നമുക്ക് ക്യാപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്വാനോസിൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ഒരു ഗ്വാനോസിൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഗ്വാനിൻ മോളിക്യൂളിനെ അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആഡ് ചെയ്യുന്ന ആളാണ് ഗ്വാനിലൈൽ ട്രാൻസ്ഫറേസ്. എന്താണ് എൻസൈമിന്റെ പേര്? ഗ്വാനിലൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ആ എൻസൈം ഒരു GTP മോളിക്യൂളിനെ ആ 5' ഡൈഫോസ്ഫേറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ 2 ഫോസ്ഫേറ്റേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഡൈഫോസ്ഫേറ്റിലേക്ക് ഒരു ഗ്വാനിൻ മോളിക്യൂളിനെ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഗ്വാനിന്റെ 5' എൻഡും ഇവിടെയുള്ള ഓൾറെഡി ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റിന്റെ 5' എൻഡുമായിട്ടാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതൊരു അൺയൂഷ്വൽ ലിങ്കേജ് ആണ്. സാധാരണയായി 3' 5' ആണ് എന്ത് ലിങ്ക് നടക്കുന്നത്, ശരിയല്ലേ? എന്നാൽ ഇവിടെ ഒരു അൺയൂഷ്വൽ ലിങ്കേജ് ആണ്. 5' ലിങ്കേജ് ആണ്. 5' ഫോസ്ഫേറ്റും 5' ഫോസ്ഫേറ്റും കൂടിയാണ് അവിടെ ലിങ്കേജ് ഫോം ചെയ്യുന്നത്. അതൊരു പ്രത്യേകതരം ലിങ്കേജ് ആണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ ആദ്യം ആക്ട് ചെയ്ത എൻസൈം RNA ട്രൈഫോസ്ഫേറ്റേസ്. അതെന്ത് ചെയ്തു? ഒരു ഫോസ്ഫേറ്റിനെ, ഗാമ ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്ത് മാറ്റി. രണ്ടാമത് വന്ന എൻസൈം ആണ് ഗ്വാനിലൈൽ ട്രാൻസ്ഫറേസ് എൻസൈം. അതെന്ത് ചെയ്തു? ഒരു GTPയെ ഈ 5' ഡൈ ഫോസ്ഫേറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അവിടുത്തെ ലിങ്കേജ് 5' ഫോസ്ഫേറ്റ് ലിങ്കേജ് ആണ്. ഒരു അൺയൂഷ്വൽ ലിങ്കേജ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ആഡ് ചെയ്യുന്ന ഗ്വാനോസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? അതിന്റെ 7th പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ മീഥൈൽ ഗ്രൂപ്പിനെ കൂടി ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, വേണ്ടേ? അപ്പൊ അതിന് വേണ്ടി വരുന്ന എൻസൈം ആണ് ഗ്വാനിൻ N7 മീഥൈൽ ട്രാൻസ്ഫറേസ്. എന്താണ്? ഗ്വാനിൻ N7 മീഥൈൽ ട്രാൻസ്ഫറേസ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, മീഥൈൽ ട്രാൻസ്ഫറേസ്. മീഥൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതെന്താ ചെയ്യുന്നത്? ആഡ്സ് എ മീഥൈൽ ഗ്രൂപ്പ് ടു ദി N7 പൊസിഷൻ ഓഫ് ദി ഗ്വാനിൻ. നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്ത ആ GTP ഉണ്ടല്ലോ, ഗ്വാനിൻ. ആ ഗ്വാനിന്റെ 7th പൊസിഷനിലെ നൈട്രജനിലേക്ക് എന്താണ്? ഒരു മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഉള്ള ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് CAP0. എന്ത് വിളിക്കും? CAP0. അപ്പൊ ഇത്രയുമായി ആദ്യം ഒരു ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്തു, അതിലേക്ക് ഒരു GTP ആഡ് ചെയ്ത് കൊടുത്തു, 5' ലിങ്കേജിൽ ഒരു ഗ്വാനിൻ അവിടെ അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ആ ഗ്വാനിന്റെ 7th പൊസിഷനിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പിനെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇപ്പോഴുള്ള സ്ട്രക്ചറിനെ നമ്മൾ CAP0 സ്ട്രക്ചർ എന്ന് വിളിച്ചു. CAP0 സ്ട്രക്ചർ. ശരി, ഇനി എന്താ നടക്കുന്നത്? ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? ഈ mRNAയുടെ 2 ഫോസ്ഫേറ്റ് ഉണ്ട്. ആ 2 ഫോസ്ഫേറ്റ് പിന്നെ ഒരു ഗ്വാനിന്റെ 7th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ഇത്രയാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് CAP0 സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇത്രയും CAP0 എന്ന് നമുക്ക് എഴുതാം. ഇനി എന്താ? ഇവിടെ ആദ്യത്തെ ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടല്ലോ. ആദ്യത്തെ ന്യൂക്ലിയോടൈഡ്, ഒരു ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് ഉണ്ട്. അത് ഞാൻ ചുമ്മാ എന്നെ അവിടെ കാണിച്ചു എന്ന് മാത്രം. ആദ്യത്തെ ന്യൂക്ലിയോടൈഡ്, അതിലേക്കും ഒരു മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനാണ് 2' ഓക്സി മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. 2' ഓക്സി മീഥൈൽ ട്രാൻസ്ഫറേസ് ആണ്. 2' OMTase മീഥൈൽ ട്രാൻസ്ഫറേസ് ആണ്. അതെന്താ ചെയ്യുന്നത്? ആഡ് എ മീഥൈൽ ഗ്രൂപ്പ് ടു ദി 2' OH പൊസിഷൻ ഓഫ് ദി ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ്. കണ്ടോ? ആദ്യത്തെ ന്യൂക്ലിയോടൈഡിന്റെ 2' OHയിലേക്ക്, സാധാരണ 3'ലേക്കാണ്, ഇവിടെ 2' OHയിലേക്ക് എന്താണ്? ഒരു മീഥൈൽ ഗ്രൂപ്പിനെ, ഒരു CH3 ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് M എന്ന് തന്നെ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് M എന്ന് കാണിക്കാം. ഈ M എന്ന് കാണിച്ചേക്കുന്നത് മീഥൈൽ ഗ്രൂപ്പിനെ ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഈ M എന്ന് കാണിച്ചേക്കുന്നത് മീഥൈൽ ഗ്രൂപ്പിനെയാണ്. ശരി, ഒരു മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആദ്യത്തെ ന്യൂക്ലിയോടൈഡിലേക്കും ഒരു മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ആ മൊത്തം സ്ട്രക്ചറിനെ നമ്മൾ CAP1 സ്ട്രക്ചർ എന്ന് വിളിച്ചു. നേരത്തെ ജസ്റ്റ് ആ ഗ്വാനിനിലേക്ക് മാത്രം മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ സ്ട്രക്ചറിനെ നമ്മൾ CAP0 സ്ട്രക്ചർ എന്ന് വിളിച്ചു. ആദ്യത്തെ ന്യൂക്ലിയോടൈഡിലും കൂടി ഒരു മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഫുൾ സ്ട്രക്ചറിനെ CAP1 സ്ട്രക്ചർ എന്ന് വിളിച്ചു. മനസ്സിലായോ? CAP1 സ്ട്രക്ചർ. ശരി, ഇനി എന്താ നടക്കുന്നത് നോക്കിക്കേ.
ഇപ്പൊ എന്താണ് 7-methyl guanosine. ഈ പറയുന്ന വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ മീഥൈൽ ഗ്രൂപ്പിനെ കൊടുക്കുന്ന ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അഡിനോസിൻ മെഥിയോണിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഈ എൻസൈം മീഥൈൽ ഗ്രൂപ്പിനെ എടുക്കുന്നത് എന്ന് കൂടി ഓർക്കുക. സാം എന്ന് പറയുന്ന ഗ്രൂപ്പ് കേട്ടോ. ശരി, ഇപ്പൊ നമുക്കൊരു ക്യാപ് സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, 5' എൻഡിൽ മാത്രമായിട്ട് മീഥൈൽ ഗ്രൂപ്പിനെ, ഗ്വാനിൽ മാത്രം മീഥൈൽ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്തപ്പോൾ നമ്മൾ ക്യാപ് 0 എന്നും, ആദ്യത്തെ ന്യൂക്ലിയോടൈഡിൽ കൂടി മീഥൈൽ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്തപ്പോൾ ക്യാപ് 1 എന്നും നമ്മൾ വിളിച്ചു എന്ന കാര്യം ഓർക്കുക. അപ്പൊ ക്യാപ് 1 മീഥൈൽ ഉണ്ട്, ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിലും കൂടി മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ക്യാപ് 1 എന്താണ്, മീഥൈൽ ഗ്രൂപ്പ് സെക്കൻഡ് ന്യൂക്ലിയോടൈഡ്. ഇനി അപ്പൊ നമ്മൾ ക്യാപ് 0 എന്താന്ന് വെച്ചു, ഗ്വാനിൽ മാത്രമാണ് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയത്, അത് ക്യാപ് 0. അത് കഴിഞ്ഞ് ആദ്യത്തെ ന്യൂക്ലിയോടൈഡിലും കൂടി മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തപ്പോൾ ക്യാപ് 1 എന്ന് വിളിച്ചു. ഇനി രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിലും കൂടി അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ ക്യാപ് 2 എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ക്യാപ് 2 എന്ന് വിളിക്കും. അതും കൂടി ഓർത്ത് വെച്ചോളൂ. അപ്പൊ ഇതാണ് ക്യാപ് 0 സ്ട്രക്ചർ. ഇതാണ് നമ്മുടെ mRNA-യുടെ ആദ്യത്തെ ന്യൂക്ലിയോടൈഡ് കാണിക്കുന്നുണ്ട്, ബേസ് 1 ആദ്യത്തെ ന്യൂക്ലിയോടൈഡ്. അതിലേക്ക് എന്താണ്, നമ്മുടെ ഗ്വാനിൻ മോളിക്യൂൾ അറ്റാച്ച് ചെയ്തു. 7th പൊസിഷനിൽ മീഥൈലും ഉണ്ട്. അപ്പൊ 7-methyl guanosine ക്യാപ്പ് ആണിത്. ശരി, ഇപ്പൊ എന്താണിത്? ഇത് ക്യാപ് 0 സ്ട്രക്ചർ അല്ലെ, ക്യാപ് 0 സ്ട്രക്ചർ. ഇനി ക്യാപ് 1 എന്ത് സംഭവിച്ചു നോക്കിക്കേ. ക്യാപ് 1 എന്ത് സംഭവിച്ചു? ആദ്യത്തെ ന്യൂക്ലിയോടൈഡിൽ കൂടി ഒരു മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴതെന്തായി? ക്യാപ് 1 സ്ട്രക്ചറായി. മനസ്സിലായോ? ക്യാപ് 1 എന്ന് പറയുന്ന സ്ട്രക്ചറായി മാറി. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. 5' എൻഡിൽ ക്യാപ്പിനെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ എൻസൈമുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നത് പ്രധാനമാണ്. ഇത് പലതരത്തിൽ സ്റ്റേറ്റ്മെന്റ് ലെവലിലും അല്ലാതെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഇനി ഈ ക്യാപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഈ mRNA-യിലേക്ക് ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ക്യാപ്പിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മീഥൈൽ ഗുവാനോസിൻ ക്യാപ്പ് ഇസ് ആഡഡ് ഏർലി ആൻഡ് ഹാസ് 3 ക്രിട്ടിക്കൽ ജോബ്സ്. 3 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന്, പ്രൊട്ടക്ഷൻ ആണ്. mRNA-യുടെ 5' എൻഡിൽ ചില എൻസൈമുകളുണ്ട്, എക്സോന്യൂക്ലിയേസ് എന്നൊക്കെ പറയും. ആ എൻസൈമുകൾ വന്നിട്ട് ഈ 5' എൻഡിനെ ഡീഗ്രേഡ് ചെയ്ത് കളയാൻ, ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള എൻസൈമുകൾ വന്ന് 5' എൻഡിനെ ഡിസ്ട്രോയ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 5' എൻഡിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ആർക്ക് ആക്ട് ചെയ്യാൻ സാധിക്കും? ഈ 5' ക്യാപ്പിന് ആക്ട് ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ ഫംഗ്ഷൻ. രണ്ടാമത് എന്താണ്? ട്രാൻസ്പോർട്ട് ആണ്. ഹെൽപ്സ് ദി mRNA മൂവ് ഫ്രം ദ ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. ഈ mRNA ഉണ്ടാവുന്നത് ഏത് ഭാഗത്താ? ന്യൂക്ലിയസിലാണ്. ശരിയല്ലേ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. അപ്പൊ DNA-യിൽ നിന്നും mRNA ഉണ്ടാവുന്നു. mRNA ന്യൂക്ലിയസിലായിരിക്കുന്നത്. ഈ mRNA പിന്നീട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് റൈബോസോം ഉള്ള ഭാഗത്തേക്ക് വരണം അല്ലെ. റൈബോസോം ഇരിക്കുന്നത് സൈറ്റോപ്ലാസത്തിലല്ലേ. അപ്പൊ സൈറ്റോപ്ലാസത്തിലേക്ക് ഈ mRNA വരണമെങ്കിൽ ന്യൂക്ലിയസ് ക്രോസ് ചെയ്ത് ന്യൂക്ലിയസിൽ നിന്നും സൈറ്റോപ്ലാസത്തിലേക്ക് വരണം. അപ്പം ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് ക്രോസ് ചെയ്ത് വരാൻ വേണ്ടേ. അപ്പൊ ഈ ന്യൂക്ലിയർ എൻവലപ്പിൽ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന സ്ട്രക്ചറുകളുണ്ട്. ഈ സ്ട്രക്ചറിലൂടെ വേണം ഇത് പുറത്തേക്ക് വരാൻ. ഈ പറയുന്ന ന്യൂക്ലിയർ പോർസ്, ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട് നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പിൽ. ഈ ഓപ്പണിങ്സിലൊക്കെ കൂടി ഇന്ററാക്ട് ചെയ്ത് ഇത് പുറത്തേക്ക് വരണമെങ്കിൽ ഈ mRNA-ക്ക് 5' ക്യാപ്പ് ഉണ്ടായിരിക്കണം. 5' ക്യാപ്പിലെ കമ്പോണൻസ് ഈ ന്യൂക്ലിയർ എൻവലപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്താണ് ഈ mRNA പുറത്തേക്ക് വരുന്നത്. അപ്പൊ mRNA ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് എന്ത് വേണം? 5' ക്യാപ്പ് അത്യാവശ്യമാണ്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് ട്രാൻസ്ലേഷൻ. നമ്മൾ പറഞ്ഞു സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിയുമ്പോൾ റൈബോസോമുകളും മറ്റ് ട്രാൻസ്ലേഷണൽ പ്രോട്ടീൻസും അല്ലെങ്കിൽ എൻസൈംസ് ഒക്കെ വന്ന് അറ്റാച്ച് ചെയ്യണം അല്ലെ. അങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ mRNA ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നത് mRNA-യുടെ 5' ക്യാപ്പ് വെച്ചിട്ടാണ്. mRNA-യിലെ ഈ 5' ക്യാപ്പിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് റൈബോസോമും മറ്റ് എൻസൈംസും എല്ലാം ഈ mRNA-യിലേക്ക് വരുന്നതെങ്കിൽ മാത്രമേ ട്രാൻസ്ലേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനും എന്ത് അത്യാവശ്യമാണ്? 5' എൻഡിലെ ക്യാപ്പിംഗ് അത്യാവശ്യമാണ്. ഇത്രയുമാണ് അതിന്റെ റോളുകൾ എന്ന് പറയുന്നത്. ഈ റോളൊക്കെ വെച്ചിട്ട് മുൻപും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. സോ അത് അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ ഭാഗത്ത് നിന്നും ഒരു ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്ത് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഇസ് ദ പ്രൈമറി
purpose of 7-methyl guanosine cap. ഈ 7-methyl guanosine capന്റെ purpose എന്താണ്, റോൾ എന്താണ്? To signal the end of the transcription. ഓപ്ഷൻ ബി പറയുന്നു to assist in the DNA replication. ഓപ്ഷൻ സി പറയുന്നു to protect the mRNA from 5' exonuclease degradation and facilitate the ribosome binding. ഡി ഓപ്ഷൻ എന്താണ്? To promote alternative splicing. ഇപ്പൊ എന്താ പറയുന്നത്, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് 7-methyl guanosine cap എന്ന് പറയുന്നത് 5' എൻഡിൽ എക്സോന്യൂക്ലിയസ് എൻസൈമുകളൊക്കെ വന്ന് ആക്ട് ചെയ്ത് അതിനെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളും ഡീപ്പായിട്ട് നിങ്ങൾ ബേസിലേക്ക് പോയിട്ട് അതിൻ്റെ എന്താണ് സത്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഓരോ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ഈ പറയുന്ന സെറ്റ് എക്സാമിൻ്റെയൊക്കെ ആ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വളരെ രീതിയിലുള്ള ഇച്ചിരി കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ നേരിടണം എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഡീപ്പായിട്ട് നിങ്ങൾ എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെബ്രുവരിയിലാണ് എക്സാം വരുന്നത്. ഇനി നമുക്ക് മുന്നിൽ 60 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത HSSTയും നമുക്ക് എന്താണ് സ്വന്തമാക്കണം. ഓക്കെ, അപ്പം എന്താ നമുക്ക് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 60 ഡേ ക്രാഷ് ബാച്ച് നമ്മുടെ CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള ക്ലാസ്സുകളാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഓരോ ലൈവ് ക്ലാസ് കഴിയുമ്പോഴും എന്താണ് നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള PDF നോട്ട്സ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. MCQ പ്രാക്ടീസുകളുണ്ട്, മോക്ക് എക്സാംസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്താ മെന്റർ സപ്പോർട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത്രയും അധികം ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പോൾ ഈ സെറ്റ് ക്രാക്ക് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഈ ബോർഡ് നമ്പറിലേക്ക് വിളിക്കുക, നമ്മുടെ ബാച്ചിന്റെ ഭാഗമാവുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.